السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 5 തൂണുകളിൽ അഞ്ചാമതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള ഓരോരുത്തരും കഅബയിൽ ചെന്ന്, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മീതെയാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതിലൊന്നാമത്തേത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നും സാക്ഷ്യം വഹിക്കലാണ്. വ ഇഖാമിസ് സ്വലാത്തി, രണ്ടാമത്തെ അടിസ്ഥാനം, രണ്ടാമത്തെ തൂൺ 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തലാണ്. വ ഈതാഇസ് സകാത്തി, മൂന്നാമത്തേത് സകാത്ത് കൊടുത്തുവിടലാണ്. നാലാമത്തേത് വ സൗമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. അഞ്ചാമത്തേത് വ ഹജ്ജിൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കലുമാണ്. ഈ 5 തൂണുകൾ നമ്മുടെ ദീനിനെ നിലനിർത്തുന്ന 5 മഹത്തായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ്. അതിൻ്റെ കാരണങ്ങൾ അനുയോജ്യമായി തീർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നുള്ള മറയായി ഈ ഹജ്ജ് കർമ്മത്തെ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആർക്കാണോ സാധ്യമാകുന്നത്, അഥവാ ശാരീരികമായും സാമ്പത്തികമായും ഇസ്തിതാഅത്തുള്ള കഴിവുള്ള ഓരോരുത്തരുടെയും മേൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ,
അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതാ കഅബ പടുത്തുയർക്കാൻ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്നു. ആ കഅബ അവിടേക്ക് വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനും തവാഫ് ചെയ്യാനുമായി ഒരുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കൽപ്പിക്കുകയുണ്ടായി. ശേഷം അള്ളാഹു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഓ ഇബ്രാഹിം, താങ്കൾ ജനങ്ങൾക്ക് ഹജ്ജിനുള്ള വിളംബരം നടത്തുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അങ്ങനെ താങ്കൾ വിളംബരം നടത്തിയാൽ ആളുകൾ നടന്നുകൊണ്ടും വിദൂരമായ ദേശത്ത് നിന്ന് സകല മലമ്പാതകളിലൂടെയും കടന്നു വരുന്ന മെലിഞ്ഞുടങ്ങിയ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടും താങ്കളുടെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് അവർ വരുന്നതാണ്. ഈ മഹത്തായ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലമ്മാ ഫറഗ ഇബ്രാഹിമു അലൈഹിസ്സലാമു മിൻ ബിനാഇൽ ബൈത്ത്, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ വഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഓ ഇബ്രാഹിം, താങ്കൾ ഹജ്ജിനു വേണ്ടി ജനങ്ങൾക്ക് വിളംബരം നൽകുക. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, യാ റബ്ബ്, എൻ്റെ റബ്ബേ, വമാ യബ്ലുഗു സൗതി, ഞാൻ ഈ വിളംബരം നടത്തിയാൽ, ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് എൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തുക? ഖാല, അല്ലാഹു തആല പറഞ്ഞു, അദ്ദിൻ വഅലയ്യൽ ഇബ്ലാഗ്, ഓ ഇബ്രാഹിം, താങ്കൾ വിളിക്കുക, വിളംബരം ചെയ്യുക, എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഫസഅദ ഇബ്രാഹിമു ഖലീലുല്ലാഹി ജബല അബി ഖുബൈസിൻ വസാഹ, അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീൽ അദ്ദേഹം അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ കയറി എന്നിട്ട് ഉറക്കെ വിളിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അമറക്കും ബിഹജ്ജി ഹാദൽ ബൈതി, ഇതാ അല്ലാഹു തആല ഈ ഭവനത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ലിയുസീബക്കും ബിഹിൽ ജന്നത വയുജീറക്കും മിൻ അദാബിൻ നാർ, നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലമായി നൽകുവാനും നരകശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണ്. ഫഹജ്ജൂ, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. ഫഅജാബ മൻ കാന ഫീ അസ്ലാബിർ റിജാലി വഅർഹാമിൻ നിസാഇ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അദ്ദേഹം വിളിച്ചപ്പോൾ, ആ വിളംബരം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ കാതുകളിലേക്കും അത് എത്തിക്കുകയുണ്ടായി. എത്രത്തോളം? പിതാവിൻ്റെ മുതുകിലായിരിക്കെ, മാതാവിൻ്റെ ഗർഭപാത്രത്തിലായിരിക്കെ ഓരോരുത്തരുടെയും കാതുകളിലേക്ക് അല്ലാഹു തആല ആ വിളംബരം എത്തിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ആ വിളംബരം കേട്ട ഓരോരുത്തരും ആ സമയത്ത് മറുപടി പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഫമൻ അജാബ യൗമഇദിൻ ഹജ്ജ അലാ ഖദ്രിൽ ഇജാബ, അന്ന് ഓരോരുത്തരും എങ്ങനെയാണോ ഉത്തരം നൽകിയത്, എത്ര തവണ ഉത്തരം നൽകിയോ അതിനനുസരിച്ച് ആ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വരും. ഇൻ അജാബ മർറതൻ ഫമറ, ഒരു തവണയാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് മറുപടി പറഞ്ഞത് എങ്കിൽ ഒരു തവണ എത്തും. വൈൻ അജാബ മർറതൈനി ഫമറതൈൻ, ഇനി രണ്ട് തവണ ഒരാൾ ഉത്തരം നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾ രണ്ട് തവണ കഅബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കും. വജറതി തൽബിയതു അലാ ദാലിക്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഹാജിമാരും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോൾ ഇഹ്റാം മുതൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന ആ തൽബിയത്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നും ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇസ്തിതാഅത്തുണ്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ, സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ ചെല്ലണമെന്നുള്ളതാണ്. കാരണം അത് നിർബന്ധ ബാധ്യതയാണ്. ഒരു കാരണവശാലും ഈ പറഞ്ഞ നിബന്ധനകൾ യോജിച്ചു വന്നാൽ പിന്തി നിൽക്കാൻ പാടുള്ളതല്ല. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും ശരി. എത്ര ആളുകളുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ വയസ്സായി അങ്ങേയറ്റം പ്രായം ചെന്ന് നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയാൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതൊരു ഇബാദത്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതുപോലെയുള്ളൊരു ഇബാദത്താണിതും. ഇത് ഉന്മേഷത്തോടെ, ആരോഗ്യത്തോടെ, നല്ല താല്പര്യത്തോടെ, ശ്രദ്ധയോടെ ചെയ്യേണ്ട ഇബാദത്താണ്. മാത്രമല്ല ഹജ്ജിൻ്റെ പ്രത്യേകത, അത് ഇസ്ലാമിൻ്റെ തൂണാണത്. ഒരാൾക്ക് സാധിച്ചിട്ടും ചെയ്യാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാണ്. ആരോഗ്യമുള്ളപ്പോൾ വേഗത്തിൽ ചെയ്യണം. എത്ര ആളുകളുണ്ട്. പല ആളുകളും പറയാറുള്ളത്, എനിക്ക് അങ്ങനെ പ്രയാസമുണ്ട്, ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അവിടെ കച്ചവടത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇവിടെ വേറെ തടസ്സമുണ്ട്, അതല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം ചെല്ലട്ടെ, ഇത്ര ചെറുപ്പത്തിൽ പോയിട്ട് ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ വീണ്ടും പഴയതുപോലെ ആയിപ്പോകൂലേ, എന്തൊക്കെ ജാതി ന്യായങ്ങളാണ് സഹോദരങ്ങളെ ആളുകൾ പറയാറുള്ളത്. വെറുതെ പറയുകയല്ല, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടുള്ളതല്ല. കാരണം ആരോഗ്യമുള്ളപ്പോൾ ചെയ്യുന്ന ഇബാദത്തും ദുർബലനായിരിക്കുമ്പോൾ ചെയ്യുന്ന ഇബാദത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് കഴിഞ്ഞിട്ടും സമ്പത്തുണ്ട്, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല, എന്നിട്ടും വൈകിപ്പിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾ ഭയക്കേണ്ടത് അതിന് പിന്നീട് തൗഫീഖ് കിട്ടാതെ മരിച്ചു പോകുമോ എന്നതാണ്. ഏത് ഇബാദത്തും പ്രിയമുള്ളവരെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ വേഗത്തിൽ മുന്നേറാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സമ്പത്ത് കുന്നുകൂട്ടി വെച്ചാൽ അതൊരിക്കലും നമ്മുടെ കൂടെ വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നല്ല ആരോഗ്യം എന്തൊക്കെ കാര്യത്തിന് നമ്മൾ വിനിയോഗിക്കുന്നു, എത്ര വിനോദയാത്രകൾ നമ്മൾ നടത്തുന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ മാത്രം നമുക്ക് സമയമില്ല, സമ്പത്തില്ല, ശാരീരികമായ പ്രയാസം. അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതാണ് ആ വിഷയത്തിൽ. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഹജ്ജ് കർമ്മത്തിന് നിശ്ചയിച്ച പ്രതിഫലം എന്നത് പ്രിയമുള്ളവരെ വളരെ മഹത്തരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ആരെങ്കിലും ഈ ഭവനത്തിൽ അഥവാ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ എങ്ങനെ, ഫലം യർഫുസ് വലം യഫ്സുഖ്, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാതെ, മോശമായ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും ചെയ്യാതെ, അഥവാ തിന്മകളൊന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ റജഅ കമാ വലദത്ഹു ഉമ്മുഹു, അവനെ തൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെ, അഥവാ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമെന്നാണ്. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹജ്ജ് കർമ്മത്തിന് നിശ്ചയിച്ച മഹത്തായ പ്രതിഫലമാണ്. മറ്റൊരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, അല്ലാഹുവിൻ്റെ റസൂലേ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം ഇബാദത്ത് ഏതാണ്? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസമാണ്. ഈമാനാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം. ഖീല, ചോദിക്കപ്പെട്ടു, സുമ്മ മാദാ, പിന്നെ ഏതാണ് റസൂലേ? ഖാല, അവിടുന്ന് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. ഖീല സുമ്മ മാദാ, വീണ്ടും ചോദിക്കപ്പെട്ടു, പിന്നെ ഏതാണ് നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജാകുന്നു. മബ്റൂറായ ഹജ്ജ് എന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പ്രിയങ്കരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, വൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല. നോക്കൂ, എത്ര എത്ര ശ്രേഷ്ഠതകളാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പറഞ്ഞിട്ടുള്ളത്. ഒരാളുടെ ഹജ്ജ് മബ്റൂറായ ഹജ്ജാണെങ്കിൽ, അഥവാ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പുണ്യകരമായ ഹജ്ജ്, ഒരാളുടെ ഹജ്ജ് പുണ്യകരമായ ഹജ്ജാവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തിന്മകളൊന്നും സംഭവിക്കാതെ ഹലാലായ സമ്പത്ത് കൊണ്ട് അങ്ങനെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അയാളുടെ ഹജ്ജ് മബ്റൂറാണ്. അങ്ങനെ മബ്റൂറായ പുണ്യകരമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് നമ്മൾ കേട്ടത്. മാതാവ് നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ നാം ഓരോരുത്തരും ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ശുദ്ധ പ്രകൃതിയിലായിരിക്കും. അതുപോലെ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫ്ദുല്ലാഹി സലാസത്തുൻ, അല്ലാഹുവിൻ്റെ അതിഥികൾ 3 കൂട്ടരാണ്. അൽ ഗാസി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവർ, വൽ ഹാജു, ഹാജിമാർ, ഹജ്ജിനു വേണ്ടി അല്ലാഹുവിൻ്റെ ഭവനത്തിലെത്തുന്നവർ, വൽ മുഅ്തമിർ, ഉംറയ്ക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ ഭവനത്തിലെത്തുന്നവർ. ഇവർ അല്ലാഹുവിൻ്റെ അതിഥികളാണ്. ചില റിവായത്തിൽ കാണാം, ഉലൈകല്ലദീന യസ്അലൂന അല്ലാഹ ഫയുഅതീഹിം സുആലഹും, ഈ പറഞ്ഞ ആളുകൾ അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അവർ ചോദിച്ചത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ നോക്കൂ, എത്ര എത്ര പ്രതിഫലമാണ്, എത്ര എത്ര ശ്രേഷ്ഠതകളാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തായ ഹജ്ജിന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മെ ക്ഷണിച്ചിട്ടുള്ള, അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമുള്ള നമ്മുടെ ദീനിൻ്റെ 5 തൂണുകളിൽ ഒന്നായ ഹജ്ജ് എന്നത് ഓരോ മുഅ്മിനിൻ്റെയും സ്വപ്നമായിരിക്കണം. എനിക്കതിലൊന്നും പറ്റൂലല്ലോ, ഞാനിപ്പോൾ കൂട്ടിയാലൊന്നും കൂടൂലല്ലോ, അതുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ വിചാരിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എളുപ്പമാക്കി തരും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ. പല ആളുകളും വീട് വെക്കാൻ ഇറങ്ങിയ കാര്യങ്ങൾ പറയാറുണ്ട്. സ്ഥലം പോലുമില്ലാതെ ഇറങ്ങിത്തിരിച്ചതായിരിക്കും. സ്ഥലം വാങ്ങി, പിന്നെ അവിടെ പണി ആരംഭിച്ചു. അപ്പോഴും ചിന്തിക്കും, ഇനി എന്താണ്? അതാ വീട് പടുത്തുയർക്കപ്പെടുന്നു. അപ്പോൾ ആലോചിക്കും, വാർപ്പെങ്ങനെ ചെയ്യും? അത് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് വീട് കൂടുന്ന സമയത്ത് ഒരു ഇരുത്തമാണ്. എന്നിട്ട് പറയും, തുടക്കത്തിൽ എന്തായിരുന്നു? സഹോദരങ്ങളെ, ഇതെല്ലാ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും പറയാറുള്ള അഭിപ്രായമാണ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കീശ കാലിയായിരിക്കും, ഒന്നുണ്ടാവില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എളുപ്പമാക്കി തരാറുണ്ട്. ഹജ്ജിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ അല്ലാഹു നമുക്ക് എളുപ്പം നൽകും. ആ വിളംബരം കേട്ട് നാം ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര തവണ പറഞ്ഞോ അത്രയും തവണ ഇഹ്റാമിലായിക്കൊണ്ട് റബ്ബിൻ്റെ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും, തീർച്ചയാണ്. കാരണം അല്ലാഹു ആ വിളംബരം ചെയ്യിച്ചത് വെറുതെ അല്ല. നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്നു, പലരും അവിടെ എത്തി, പലരും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നു. അല്ലാഹു അവർക്ക് എളുപ്പമാക്കി നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സ്വപ്നമായിരിക്കണം, നമ്മുടെ ആഗ്രഹമായിരിക്കണം, നമ്മുടെ പ്രതീക്ഷയായിരിക്കണം. ഇതുവരെ നാം ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചു തുടങ്ങണം. ചെറുപ്പമല്ലേ, യൗവനമല്ലേ, കുറച്ചു കാലം കഴിയട്ടെ അല്ല. നേരത്തെ പറഞ്ഞതുപോലെ വയസ്സായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടല്ല, നമ്മുടെ ആരോഗ്യത്തിൽ,
നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് വലിയ കാര്യമാണ്. യൗവനത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട്. പ്രായം ചെന്നു പോയാൽ അതിന് കുറ്റമുണ്ടെന്നല്ല, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ല, മറിച്ച് വീഴ്ച വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞുപോയ ആളുകളുടേത് കഴിഞ്ഞു, അവരുടെ കണക്ക് നമ്മുടെ കയ്യിലല്ല, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അള്ളാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ സഹോദരങ്ങളെ, ഈ കേൾക്കുന്ന ഞാനും നിങ്ങളും ചെറുപ്പമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നോട്ടടിക്കരുത്. നമ്മുടെ പ്രതീക്ഷയായിരിക്കണം അടുത്ത വർഷം പോവാൻ സാധിക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമോ? തുടങ്ങിക്കോളൂ, ഒരു വർഷം ഇനിയുമുണ്ട്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മബ്റൂറായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു മടങ്ങാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായി നമുക്ക് നിശ്ചയിച്ച ഹജ്ജിൻ്റെ ഏതാനും ചില ശ്രേഷ്ഠതകൾ മാത്രമാണ് നമ്മൾ കേട്ടത്. ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനും നാളെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ പോകുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ. അതിലൊന്നാമത്തേത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജ് കർമ്മങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലിതഖുദു അന്നി മനാസികക്കും, എന്നിൽ നിന്നും നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ പഠിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്, പഠിപ്പിച്ചു നൽകുന്നത്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരും ആദ്യമായി ഏതൊരു വിഷയത്തിലും ഇടപെടുമ്പോൾ അതിനെക്കുറിച്ച് വിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. പഠിച്ച് മനസ്സിലാക്കി ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഉൾക്കാഴ്ചയോടുകൂടി അത് ചെയ്യാൻ സാധിക്കും. ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അത് പഠിച്ചെടുക്കുക എന്നത് മാത്രമേ അതിന് പോംവഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹജ്ജ് അതായിരിക്കണം നമ്മുടെ ഹജ്ജ്. അതിൽ ഇല്ലാത്തത് കടന്നുകൂടാൻ പാടുള്ളതല്ല. പുത്തനാചാരങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ഒരു ഇബാദത്തും പാടില്ല എന്നതുപോലെ മഹത്തായ ഹജ്ജ് കർമ്മവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ഓരോ ഹാജിമാരും നിയ്യത്ത് ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ ഇബാദത്തും അല്ലാഹു നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുക. പ്രത്യേകിച്ച് വലിയൊരു ഇബാദത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരു ദുശ്ചിന്തയും ഉണ്ടാവാൻ പാടില്ല. മോശമായ നിയ്യത്ത്, ആളുകളുടെ പുകഴ്ത്തലോ പ്രശംസയോ ആളുകൾ കാണട്ടെ എന്ന നിയ്യത്തോ ഒന്നും നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടുള്ളതല്ല. ഇക്കാര്യം പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹദീസിൽ വന്നതുപോലെ റഫസോ ഫുസൂഖോ ഇല്ലാത്ത ഹജ്ജായിരിക്കണം. അഥവാ മോശമായ ചിന്മയായ ഒന്നും വാക്കുകളിലോ പ്രവൃത്തികളിലോ ഉണ്ടാവാൻ പാടുള്ളതല്ല. സ്വഭാവം പ്രത്യേകം ആ വേളയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു തിന്മ, പാപം, അത് വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ സംഭവിച്ചു പോയാൽ നമ്മുടെ ഹജ്ജിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഉന്തും തള്ളും, ഒരൽപ്പം സൗകര്യക്കുറവും ഉണ്ടായേക്കാം. ക്ഷമിച്ച് നല്ല സ്വഭാവത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം.
ഹജ്ജിന് ചെന്ന് ഹറമിൻ്റെ ഉള്ളിൽ വെച്ച് ട്രാവൽസുകാരെ ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതല്ലെങ്കിൽ ഒരാളൊന്ന് തട്ടിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരുമിച്ച് ഒരുപാട് നാൾ ജീവിക്കുമ്പോൾ, ഒരുപാട് നാൾ കഴിഞ്ഞുകൂടുമ്പോൾ പരസ്പരമുള്ള സ്വഭാവ ഗുണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഓരോ മുഅ്മിനും എല്ലാ കാലത്തും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത്രയും പ്രയാസപ്പെട്ട് പോകുന്ന ഒരു ഇബാദത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഹജ്ജ് പാഴായി പോവാൻ പാടുള്ളതല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, പോകുന്ന ആളുകൾ, പല ആളുകളും മൗലിദും റാത്തീബും അതുപോലെയുള്ള ഷിർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മഹത്തായ ഹജ്ജിനു വേണ്ടി പോവാനൊരുങ്ങുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും ജാറങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ഹജ്ജിന് പോയാൽ നമ്മുടെ ഈമാൻ, നമ്മുടെ ദീൻ അത് പൊളിഞ്ഞു പോകുന്ന കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ പാടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഹജ്ജിന് പോവുക എന്നത് എത്ര മോശമായ കാര്യമാണ്. അതുപോലെ പല ആളുകളും പറഞ്ഞതായി കാണാം, മക്കയിൽ വെച്ച് മമ്പുറത്തേക്ക് നേർച്ചയാക്കുന്ന ആളുകളുണ്ട് എന്നാണ്. മിനായിൽ വെച്ച് പോലും മൗലിദ് പാരായണം ചെയ്യുന്നവരുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ദീൻ ഫസാദായി പോകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹജ്ജിൻ്റെ വേളയിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ പാപമോചനം തടയപ്പെടും. പിന്നെ ഹജ്ജ് കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായി മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് മടങ്ങി വരാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോകുന്ന അബദ്ധങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ, ഹജ്ജിനു വേണ്ടി പോകുന്ന ആളുകൾ, അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാനുള്ള ആഫിയത്ത്, തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ താമസിയാതെ എനിക്കും നിങ്ങൾക്കും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് ഉരുവിട്ടുകൊണ്ട് ആ ഭവനത്തിലേക്ക് കയറി ചെല്ലാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.